ഒരു സംവിധായകൻ സിനിമയുടെ കഥ പറയാറുണ്ട്. ഛായാഗ്രാഹകൻ ദൃശ്യങ്ങളായി നമുക്കത് കാണിച്ചു തരാറുണ്ട്. എന്നാൽ ഒരാൾ ഈ രണ്ട് മേഖലയിലും ഇതിഹാസമായാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഭാർഗവീ നിലയം പോലുള്ള സൂപ്പർ ഹിറ്റ് ക്ലാസിക്കുകൾ സമ്മാനിച്ച ഒരാൾ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ നൂറുകണക്കിന് ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച ഒരാൾ. ഇന്ത്യൻ സിനിമയുടെ ദൃശ്യഭാഷയ്ക്ക് പുതിയ മാനങ്ങൾ തീർത്ത ഛായാഗ്രാഹകനും സംവിധായകനും അദ്ദേഹമാണ് എ വിൻസെന്റ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ അദ്ദേഹത്തെ കുറിച്ച് അധികം സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രമുഖ സംവിധായകർ ഇന്നും അദ്ദേഹത്തെ ആദരവോടെ ഓർക്കുന്നത്? ഈ വീഡിയോയിൽ മലയാള സിനിമയുടെ ദൃശ്യലോകം മാറ്റിമറിച്ച ആ മഹാപ്രതിഭയുടെ ജീവിതവും സിനിമകളും നമുക്കടുത്തറിയാം. മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നടന്മാരുടെയും സംവിധായകരുടെയും പേരുകളാണ്. എന്നാൽ ഒരു സിനിമയെ മനോഹരമാക്കുന്നത് അഭിനയം മാത്രമല്ല, ക്യാമറ എവിടെ നിൽക്കുന്നു, വെളിച്ചം എവിടെ വീഴുന്നു, ഒരു കഥാപാത്രത്തിന്റെ നിശബ്ദത എങ്ങനെ ചിത്രീകരിക്കുന്നു, ഇതെല്ലാം ചേർന്നാണ് ഒരു സിനിമ ക്ലാസിക് ആകുന്നത്. ആ കല മലയാള സിനിമയിൽ പുതിയ ഉയരങ്ങളിൽ എത്തിച്ച കലാകാരനാണ് എ വിൻസെന്റ്. അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളായിരുന്നു. അലോഷ്യസ് വിൻസെന്റ് എന്ന എ വിൻസെന്റ് 1928 ജൂൺ 14 കോഴിക്കോട് ജനിച്ചു. അന്നത്തെ ഇന്ത്യയിൽ സിനിമ വളർന്നു വരുന്ന കാലം. കേരളത്തിൽ സിനിമാ നിർമ്മാണം വളരെ അപൂർവമായിരുന്ന ഒരു കാലഘട്ടം. ചെറുപ്പം മുതൽ വെളിച്ചവും നിഴലും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. ഫോട്ടോഗ്രാഫിയോടുള്ള ആ താല്പര്യമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റിയത്. അദ്ദേഹം സിനിമയെ വെറും വിനോദം എന്നല്ല കണ്ടത്, വികാരങ്ങൾ ചിത്രങ്ങളിലൂടെ പറയാൻ കഴിയുന്ന ഒരു കലാരൂപമായാണ് കണ്ടത്. ആ കാഴ്ചപ്പാടാണ് പിന്നീട് അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലേക്ക് നയിച്ചത്. യുവാവായ വിൻസെന്റ് ചെന്നൈയിലെ പ്രശസ്തമായ ജെമിനി സ്റ്റുഡിയോയിൽ ചേർന്നു. അന്ന് ജെമിനി സ്റ്റുഡിയോയിൽ ജോലി ലഭിക്കുന്നത് ഒരു സിനിമാ സർവകലാശാലയിൽ പ്രവേശനം ലഭിക്കുന്നതിന് തുല്യമായിരുന്നു. അവിടെ പ്രശസ്ത ഛായാഗ്രാഹകനായ കമൽ ഘോഷിന്റെ കീഴിൽ അദ്ദേഹം പരിശീലനം നേടി. ക്യാമറ ഉപയോഗിക്കുന്ന രീതി, ലൈറ്റിംഗ്, ലെൻസുകളുടെ സ്വഭാവം, ഒരു വികാരം ചിത്രങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന രീതി, ഇതെല്ലാം അദ്ദേഹം അവിടെ നിന്നാണ് പഠിച്ചത്. ഈ പരിശീലനമാണ് പിന്നീട് എ വിൻസെന്റിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിത്തറയായത്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഛായാഗ്രാഹകനായി സിനിമയിൽ പ്രവർത്തനം തുടങ്ങി. അധികം വൈകാതെ തന്നെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഭാശാലിയായ ക്യാമറാമാൻ എന്ന പേരും നേടി. അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വെളിച്ചവും നിഴലും അദ്ദേഹം ഉപയോഗിച്ച രീതി അന്നത്തെ കാലത്ത് പുതുമയായിരുന്നു. ഒരു കഥാപാത്രം ഒന്നും പറയാതെ തന്നെ അയാളുടെ മനസ്സിലെ വികാരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാമറയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇന്ന് നമ്മൾ സാധാരണയായി കാണുന്ന പല ദൃശ്യ സങ്കേതങ്ങളും അന്ന് വലിയ പുതുമയായിരുന്നു. ആ പുതുമകളുടെ മുൻനിരയിൽ നിന്ന ആളായിരുന്നു എ വിൻസെന്റ്. 1950കളുടെ അവസാനവും 60കളുടെ തുടക്കവും തമിഴ് സിനിമയിൽ പുതിയൊരു തലമുറയുടെ ഉദയകാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ സംവിധായകൻ CV ശ്രീധർ യാഥാർത്ഥ്യബോധമുള്ള പ്രണയകഥകളിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു. ആ സിനിമകൾക്ക് ദൃശ്യഭംഗി ഒരുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് എ വിൻസെന്റിനെയായിരുന്നു. കല്യാണ പരുസു, വിധിവെള്ളി, തേൻനിലാവ്, നെഞ്ചിലൊരു ആലയം, കാതലിക്ക നേരമില്ലേ തുടങ്ങിയ ചിത്രങ്ങളിലെ ഛായാഗ്രഹണം എ വിൻസെന്റിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്യാമറാമാന്മാരിൽ ഒരാളാക്കി മാറ്റി. അക്കാലത്ത് ഔട്ട്ഡോർ ചിത്രീകരണം, സ്വാഭാവിക വെളിച്ചത്തിന്റെ ഉപയോഗം, വികാരങ്ങളെ ക്യാമറയിലൂടെ അവതരിപ്പിക്കുന്ന രീതി എന്നിവയിൽ അദ്ദേഹം കൊണ്ടുവന്ന പുതുമകൾ വലിയ ചർച്ചയായി. ക്യാമറയുടെ പിന്നിലെ സംവിധായകൻ എ വിൻസെന്റിനെ കുറിച്ച് സഹപ്രവർത്തകർ പിന്നീട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുക മാത്രമായിരുന്നില്ല, ഓരോ രംഗവും സംവിധായകന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു. ഒരു കഥാപാത്രം എവിടെ നിൽക്കണം, ക്യാമറ ഏത് ഉയരത്തിൽ വേണം, വെളിച്ചം ഏത് ദിശയിൽ നിന്ന് വരണം, ഇതെല്ലാം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ആലോചിക്കുമായിരുന്നു. അതിനാലാണ് പലരും അദ്ദേഹത്തെ സംവിധായകന്റെ മനസ്സുള്ള ഛായാഗ്രാഹകൻ എന്ന് വിശേഷിപ്പിച്ചത്. തമിഴിൽ വലിയ അംഗീകാരങ്ങൾ നേടിയെങ്കിലും മാതൃഭാഷയായ മലയാളത്തിൽ സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അതൊരു സാധാരണ കുടുംബ ചിത്രമായിരിക്കരുത്, പ്രേക്ഷകർക്ക് പുതിയ ഒരു അനുഭവമായിരിക്കണം. അങ്ങനെയാണ് അദ്ദേഹം ബഷീറിന്റെ നീല വെളിച്ചം എന്ന കഥയിലേക്ക് കടക്കുന്നത്. ബഷീറിന്റെ കഥയിൽ പ്രണയമുണ്ട്, നിഗൂഢതയുണ്ട്, ഏകാന്തതയുണ്ട്. ഇവയെല്ലാം മികച്ച ദൃശ്യ അനുഭവങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1960കളുടെ തുടക്കത്തിൽ പ്രേതകഥയെ ആസ്പദമാക്കി ഒരു മലയാള സിനിമ നിർമ്മിക്കുന്നത് വലിയ റിസ്ക് ആയിരുന്നു. കാരണം അന്നത്തെ മലയാള സിനിമയിൽ ഹൊറർ എന്ന വിഭാഗം ഏതാണ്ട് ഇല്ലായിരുന്നു. പക്ഷേ എ വിൻസെന്റ് പേടിച്ചില്ല. വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ തിരക്കഥ എഴുതുകയും സിനിമയ്ക്ക് ഭാർഗവീ നിലയം എന്ന പേര് നൽകുകയും ചെയ്തു. ഇത് വെറും പ്രേതകഥയല്ലായിരുന്നു, പ്രണയം, നഷ്ടം, ഓർമ്മ, ഏകാന്തത എന്നിവ ചേർന്ന ഒരു മാനസിക അനുഭവമായിരുന്നു. അതാണ് ചിത്രത്തെ സാധാരണ ഹൊറർ സിനിമയിൽ നിന്ന് വേറിട്ട് നിർത്തിയത്. 1964 ചിത്രം പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകർ കണ്ടത് അവർ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യ അനുഭവമായിരുന്നു. ശബ്ദം കൊണ്ടല്ല, അമിതമായ മേക്കപ്പ് കൊണ്ടല്ല, വെളിച്ചം, നിഴൽ, നിശബ്ദത, ക്യാമറയുടെ ചലനം ഇവ ഉപയോഗിച്ചാണ് എ വിൻസെന്റ് ഭയം സൃഷ്ടിച്ചത്. അതോടെയാണ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ സംവിധായകനെ ലഭിച്ചത്. ഒരു സംവിധായകൻ മാത്രമല്ല, ദൃശ്യങ്ങളിലൂടെ കഥ പറയാൻ അറിയുന്ന സംവിധായകൻ. ഭാർഗവീ നിലയം ഒരു വിജയ ചിത്രം മാത്രമായിരുന്നില്ല, എ വിൻസെന്റ് എന്ന സംവിധായകന്റെ പ്രഖ്യാപനമായിരുന്നു. എന്നാൽ ആ വിജയം അദ്ദേഹത്തെ അവിടെ നിർത്തിയില്ല. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ക്ലാസിക്
ക്ലാസിക്കുകളായി മാറി. മുറപ്പെണ്ണ്, നഗരമേ നന്ദി, ആ ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നും പഠിക്കപ്പെടുന്നത്? ഭാർഗവി നിലയം വിജയിച്ചതോടെ ഒരു കാര്യം വ്യക്തമായി. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ സംവിധായകനെ ലഭിച്ചു. പക്ഷേ ആ വിജയം ഒരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ക്ലാസിക്കുകളായി മാറി. 1965 പുറത്തിറങ്ങിയ മുറപ്പെണ്ണ് എ വിൻസെന്റിന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. MTയുടെ തന്നെ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ രചിച്ചാണ് ആ സിനിമ പുറത്തിറങ്ങിയത്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേം നസീർ, മധു, ശാരദ എന്നിവരായിരുന്നു. അക്കാലത്ത് കുടുംബ ബന്ധങ്ങളും ആചാരങ്ങളും പ്രണയവും വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഇത്. അമിതമായ നാടകീയതയ്ക്ക് പകരം മനുഷ്യരുടെ നിശബ്ദ വികാരങ്ങളെയാണ് എ വിൻസെന്റ് ക്യാമറയിലൂടെ പകർത്തിയത്. ഇതാണ് അദ്ദേഹത്തെ മറ്റ് സംവിധായകരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. 1960കളിൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു സാഹിത്യ ഭാഷ സമ്മാനിച്ച എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായർ. ആ സാഹിത്യ ഭാഷയെ ദൃശ്യഭാഷയാക്കി മാറ്റിയ സംവിധായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു എ വിൻസെന്റ്. ഈ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളിൽ സംഭാഷണങ്ങൾക്കപ്പുറം നിശബ്ദതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഒരു കഥാപാത്രത്തിന്റെ മനസ്സിലുള്ള വേദന, ഒരു നോട്ടം, ഒരു ഇടവേള, ഒരു മഴ, ഇവയൊക്കെയാണ് കഥ പറയുന്നത്. 1967 പുറത്തിറങ്ങിയ നഗരമേ നന്ദി മലയാള സിനിമയിൽ നഗരജീവിതത്തിന്റെ സങ്കീർണതകൾ അവതരിപ്പിച്ച ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നാണ്. സാമൂഹിക മാറ്റങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സംഘർഷങ്ങളും എ വിൻസെന്റ് വളരെ പക്വതയോടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. നായകൻ ഒരിക്കലും അതിമാനുഷ്യനല്ല, സാധാരണ മനുഷ്യനാണ്. അതിനാലാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് സ്വന്തം വീട്ടിലെ ആളുകളെ പോലെ തോന്നുന്നത്. 1967 അശ്വമേധം, തുടർന്ന് 1968 അസുരവിത്ത് എന്നീ ചിത്രങ്ങളിലൂടെ എ വിൻസെന്റ് വീണ്ടും MTയുടെ സാഹിത്യലോകവുമായി ചേർന്നു. മനുഷ്യന്റെ മനസ്സംഘർഷങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ഈ ചിത്രങ്ങളിൽ ശക്തമായി അവതരിപ്പിക്കപ്പെട്ടു. 1968 പുറത്തിറങ്ങിയ തുലാഭാരം എ വിൻസെന്റിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹിക ചിത്രങ്ങളിലൊന്നാണ്. ദാരിദ്ര്യവും തൊഴിലാളി വർഗത്തിന്റെ ജീവിതവും സ്ത്രീയുടെ ദുരിതവും ശക്തമായി അവതരിപ്പിച്ച ഈ ചിത്രം വലിയ ജനപ്രീതിയും നിരൂപക പ്രശംസയും നേടി. 1969 പുറത്തിറങ്ങിയ നദി മലയാളത്തിലെ ആദ്യകാല ഈസ്റ്റ്മാൻ കളർ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ്. പ്രകൃതിയും മനുഷ്യവികാരങ്ങളും ഒരുപോലെ മനോഹരമായി പകർത്തിയ ഈ ചിത്രം എ വിൻസെന്റിന്റെ ദൃശ്യ സൗന്ദര്യത്തിന്റെ മികച്ച ഉദാഹരണമായി ഇന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ സിനിമകൾ ഇന്നും പ്രസക്തം? ഇന്ന് ഈ സിനിമകൾ കാണുമ്പോൾ ചിലർക്ക് അവ പതുക്കെ നീങ്ങുന്നതായി തോന്നാം. പക്ഷെ അവയുടെ ശക്തി കഥയുടെ വേഗത്തിലല്ല, മനുഷ്യന്റെ വികാരങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിലാണ്. എ വിൻസെന്റിന്റെ സിനിമകൾ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാകും. അദ്ദേഹം ഒരിക്കലും പ്രേക്ഷകനെ ബലമായി കരയിപ്പിക്കാനോ ചിരിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം കഥാപാത്രങ്ങളെ ജീവിതത്തോട് ചേർത്ത് നിർത്തി. വിധി പറയേണ്ടത് പ്രേക്ഷകനാണ് എന്ന് വിശ്വസിച്ചു. 1964 മുതൽ 70കളുടെ തുടക്കം വരെ എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഓരോ സിനിമയും മലയാള സിനിമയുടെ വളർച്ചയിലെ ഓരോ നാഴികക്കല്ലുകളായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളെന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു സംവിധായകന്റെ മഹത്വം അദ്ദേഹം എത്ര സിനിമകൾ സംവിധാനം ചെയ്തു എന്നതുകൊണ്ടല്ല അളക്കപ്പെടുന്നത്, മറിച്ച് അദ്ദേഹം സിനിമയ്ക്ക് എന്ത് പുതിയതായി നൽകി എന്നതുകൊണ്ടാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ എ വിൻസെന്റ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് ഏതാനും മികച്ച സിനിമകൾ മാത്രമായിരുന്നില്ല, ഒരു പുതിയ ദൃശ്യഭാഷയായിരുന്നു. സിനിമ എന്നത് സംഭാഷണങ്ങളുടെ കലയല്ല, ദൃശ്യങ്ങളുടെ കലാരൂപമാണെന്ന് വിശ്വസിച്ച സംവിധായകനായിരുന്നു എ വിൻസെന്റ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു കഥാപാത്രം വിഷമത്തിലാണെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് നീണ്ട സംഭാഷണം നടത്തില്ല. പകരം പെയ്യുന്ന മഴ, ഇരുണ്ട ഒരു മുറി, ജനലിലൂടെ കടന്നു വരുന്ന ഒരു നേർത്ത വെളിച്ചം, മുഖത്ത് മിന്നിമറയുന്ന ഒരു നിഴൽ, ഇതൊക്കെയാണ് ആ കഥാപാത്രത്തിന്റെ മനസ്സിനെ പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് എം വിൻസെന്റിന്റെ സിനിമകൾ ഇന്നും പഴഞ്ചനായി തോന്നാത്തത്. ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്, ഒരുപാട് മികച്ച ഛായാഗ്രാഹകരുമുണ്ട്. പക്ഷേ ഈ രണ്ട് മേഖലകളിലും ഒരുപോലെ മികവ് തെളിയിച്ചവർ വളരെ വിരളമാണ്. എ വിൻസെന്റ് ആ അപൂർവ കലാകാരന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ക്യാമറ ഒരു യന്ത്രമല്ലായിരുന്നു, ഒരു വികാരം പ്രകടിപ്പിക്കുന്ന ഉപകരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഓരോ ഫ്രെയിമിനും ഒരു ചിത്രത്തിന്റെ സൗന്ദര്യമുണ്ട്. മലയാള സിനിമയിൽ പിന്നീടെത്തിയ പല സംവിധായകരും ദൃശ്യഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ഓരോ ഫ്രെയിമും മനോഹരമാകണം, ഓരോ രംഗത്തിനും അതിൻ്റെതായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം, വെളിച്ചവും നിഴലും കഥയുടെ ഭാഗമാകണം. ഈ ചിന്തകൾ ശക്തമായി വളരുന്നതിൽ എ വിൻസെന്റിന്റെ സംഭാവന ചെറുതല്ല. അദ്ദേഹം നേരിട്ട് പഠിപ്പിച്ച വിദ്യാർത്ഥികൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടുപഠിച്ച സംവിധായകരും അദ്ദേഹത്തിന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു കലാകാരന്റെ ഏറ്റവും വലിയ പുരസ്കാരം ജനങ്ങളുടെ ഓർമ്മയാണ്. എന്നാൽ ഔദ്യോഗിക അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. 1996 കേരള സർക്കാർ മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് എ വിൻസെന്റിന് JC ഡാനിയേൽ പുരസ്കാരം നൽകി ആദരിച്ചു. അതൊരു സിനിമയ്ക്കുള്ള അംഗീകാരമായിരുന്നില്ല, ഒരു ജീവിതകാലം മുഴുവൻ സിനിമയ്ക്ക് നൽകിയ സേവനത്തിനുള്ള ആദരവായിരുന്നു.
ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആവേശം കുറഞ്ഞില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ വന്നെങ്കിൽ സിനിമയുടെ ആത്മാവ് മാറരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. 2011 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ ഒരു കലാകാരൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ മറക്കപ്പെടുമ്പോഴാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എ വിൻസെന്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ, അദ്ദേഹത്തിന്റെ ഫ്രെയിമുകളിലൂടെ, അദ്ദേഹം സിനിമ കാണാൻ പഠിപ്പിച്ച തലമുറകളിലൂടെ. ഒരു നല്ല സംവിധായകൻ കഥ പറയുന്നു, ഒരു മികച്ച സംവിധായകൻ കഥാപാത്രങ്ങളെ ജീവിപ്പിക്കുന്നു. എന്നാൽ ഒരു ഇതിഹാസ സംവിധായകൻ സിനിമയുടെ ഭാഷ തന്നെ മാറ്റിമറിക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ അത്തരത്തിൽ ഭാഷ മാറ്റിയ മനുഷ്യനായിരുന്നു എ വിൻസെന്റ്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാകും: സിനിമ വെറും വിനോദമല്ല. ഓരോ ഫ്രെയിമും ഒരു ചിത്രമാണ്, ഓരോ വെളിച്ചവും ഒരു വികാരമാണ്, ഓരോ നിശബ്ദതയും ഒരു സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ എ വിൻസെന്റ് ഒരു സംവിധായകൻ മാത്രമല്ല, മലയാള സിനിമയുടെ കാഴ്ചയ്ക്ക് പുതിയ അർത്ഥതലങ്ങൾ സമ്മാനിച്ച മഹാപ്രതിഭ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.